ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏവരുടെയും ഒരു നൊസ്റ്റാൾജിക് വിഭവത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടിക്കാലത്തൊക്കെ കടകളിൽ നിന്ന് വാങ്ങിക്കഴിച്ച പോപ്കോൺ കൊണ്ട് തയ്യാറാക്കി ഈ സ്വീറ്റ് ഓർമ്മയില്ലേ? ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാം. വരൂ, നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോയാലോ. ആദ്യം തന്നെ നമുക്ക് ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു കപ്പിനേക്കാൾ കുറച്ച് കൂടുതൽ വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലോട്ടൊരു 2.5 അച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. 2.5 അച്ച് ശർക്കര ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇത്ര മധുരം വേണ്ടാത്തവർക്ക് ഈ ശർക്കരയുടെ അളവ് കുറയ്ക്കാവുന്നതാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് കിട്ടണം. അതിനായിട്ട് നമുക്ക് മറ്റൊരു സ്റ്റൗവിലോട്ട് മാറ്റി വയ്ക്കാം. അതേസമയം തന്നെ നമുക്ക് പോപ്കോൺ റെഡിയാക്കി എടുക്കാം. ശർക്കരയുടെ പാത്രം ഞാൻ തൊട്ടടുത്ത സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോപ്കോൺ റെഡിയാക്കുന്നതിനായിട്ട് ഒരു പ്രഷർ കുക്കർ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന ശേഷം സ്വല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുതേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂണിനടുത്ത് അതല്ലെങ്കിൽ 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. ശേഷം ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 1/4 ബൗള് പോപ്കോൺ സീഡാണ്. ഇതിലോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് മൂടി വയ്ക്കാം. വിസിലിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി പെട്ടെന്ന് തന്നെ നന്നായിട്ട് പൊട്ടി തുടങ്ങും. അത് പൊട്ടലൊക്കെ ഒന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇത് എടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ആ ചെറിയൊരു ബൗൾ പോപ്കോൺ സീഡിൽ നിന്ന് ഇത്രയും പോപ്കോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ ശർക്കര ഇത്രയ്ക്കൊന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ നല്ല രീതിയിലൊന്ന് മെൽറ്റായി ഒന്ന് തിക്കായിട്ട് വരേണ്ടതാണ്. ഇത് കറക്റ്റ് പാകമാണോ എന്ന് എങ്ങനെ അറിയാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇത് തിക്കായിട്ട് വരുന്നതിനനുസരിച്ച് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലോട്ടൊരു തുള്ളി ശർക്കര ഒന്ന് ഉറ്റിച്ചു കൊടുക്കാം. ഇതുപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ കറക്റ്റ് ബോൾ പോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിലാവുന്നുണ്ടെങ്കിൽ നമുക്കിത് മെൽറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാം. അതല്ലാതെ വെള്ളത്തിൽ തന്നെ മിക്സായി പോവുകയാണെങ്കിൽ വീണ്ടും ഒന്നുകൂടി ടൈറ്റാക്കി എടുക്കണം എന്നാണ് കേട്ടോ മീനിങ്. ഞാൻ ഇതുപോലെ ഒരു 2-3 പ്രാവശ്യമൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കയ്യിലെടുക്കാവുന്ന പരുവമായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെയല്ല, നല്ല ബോളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ഇപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ ഇത് കല്ല് പോലെ ആയി വരുന്നുണ്ട്. ഈ സമയം ഫ്ലെയിം ലോയിലാക്കിയ ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച പോപ്കോൺ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ ശർക്കരയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി കൈകൊണ്ട് ബോൾസ് ആക്കിയിട്ട് ഉരുക്കിയെടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ശർക്കരയിൽ കുറച്ച് ഏലക്ക പൊടി കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇപ്പോൾ ഇത് കൈകൊണ്ടൊന്ന് തൊടാവുന്ന ചൂടിലായിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. പെട്ടെന്ന് തന്നെ പറ്റും കേട്ടോ. നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യാക്കി കൊടുത്താൽ മതി. അതല്ലാതെ തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഇത് പെട്ടെന്ന് ബോളാക്കി ഉരുട്ടിയെടുക്കാൻ പറ്റും. ഞാൻ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. മുഴുവൻ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ശേഷം ഈ പാത്രം ഉണ്ടല്ലോ, നമുക്ക് നോർമലായിട്ട് കഴുകിയാൽ ഇതിൽ ആ ഒരു കാരമലൈസ് ചെയ്ത ശർക്കരയുടേതൊന്നും പോവില്ല. അപ്പോൾ അത് ശരിക്കും ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അപ്പോൾ തനിയെ പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ എല്ലാ ബോൾസും ഞാൻ ഇതുപോലെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴോ ഇനി വെക്കേഷനൊക്കെ ഇല്ലേ, കുട്ടികൾക്ക് വളരെ എളുപ്പത്തിലൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും അടക്കം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസും ഹെൽത്തി ആണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഇത് തയ്യാറാക്കി കൊടുക്കാനും കഴിക്കാനും പറ്റും. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്